ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. അപ്പോൾ എല്ലാവരും ICDS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? PYQ നോക്കണം അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. അതിലൂടെ അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ നമ്മുടെ സിലബസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ICDS എക്സാമിൻ്റെ കുറച്ച് PYQs ആണ്. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ, ഏതൊക്കെ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നോക്ക്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നതമായ ബാങ്ക് ഏത് ബാങ്കാണ്? കാർഷിക വികസനത്തിനും അതുപോലെ ഗ്രാമീണ വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏത് ബാങ്കാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കാണ് അല്ലെ, നമ്മുടെ നബാർഡാണ്. ഓക്കെ, അപ്പൊ നബാർഡാണ്. നബാർഡ് എന്താണ്? കാർഷിക വികസനത്തിനും അപ്പോൾ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നതമായ ബാങ്ക് ഏത് ബാങ്കാണ്? നബാർഡാണ്. നബാർഡ്. ഓക്കെ, അപ്പോൾ നബാർഡ് ഏത് വർഷമാണ് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്? അത് നമുക്ക് നോർമലി അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നബാർഡ് രൂപീകൃതമായിരിക്കുന്നത് ഏത് വർഷമാണ്? 1982. 1982 ജൂലൈ 12 ഓക്കെ, ജൂലൈ 12 നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്. അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ് അല്ലെ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. TVM ആണ്. കേരളത്തില് തിരുവനന്തപുരത്താണ് നബാർഡിന്റെ ആസ്ഥാനം. അപ്പൊ 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായി. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ പരമോന്നതമായ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ നബാർഡാണ്. ഓക്കെ, അപ്പോൾ നബാർഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം, ഓരോ ബാങ്കുകളൊക്കെ രൂപീകരിക്കുന്നത് ഒരു കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അല്ലെ. അപ്പൊ നബാർഡ് രൂപീകൃതമാകാൻ കാരണമായ അത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്? ഏതാണ്? ശിവരാമൻ കമ്മിറ്റി അല്ലെ. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകൃതമായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? RBI ആണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. RBI രൂപീകൃതമാകാൻ കാരണമായ കമ്മിറ്റി ഉണ്ട്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകൃതമായത്? 1926 ഏത് കമ്മിറ്റിയാണ്? ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ അല്ലെ. ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകൃതമായത്. അപ്പൊ ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ഔദ്യോഗികമായ പേര് ഏതെന്ന് ചോദിച്ചാൽ ഏത് പേരാണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് ഹിൽട്ടൺ കമ്മീഷന്റെ ഔദ്യോഗികമായ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ നബാർഡ് ആണെങ്കിൽ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡ് രൂപീകൃതമായി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ RBIയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയിലാണ്. തുടക്കത്തിൽ RBIയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. 1935 RBI രൂപീകൃതമായ സമയത്ത് RBIയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അതിനുശേഷം 37 വരെ കൊൽക്കത്തയിലായിരുന്നു. അതിനുശേഷമാണ് RBIയുടെ ആസ്ഥാനം ഇങ്ങോട്ട് മാറ്റിയത്, മുംബൈയിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഉത്തരായന രേഖ അത് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരായന രേഖയെക്കുറിച്ചും ദക്ഷിണായന രേഖയെക്കുറിച്ചും ഒക്കെ. ഓക്കെ, അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം? നമുക്കറിയാം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടി ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഗുജറാത്തിൽ കൂടെ പോകുന്നുണ്ട് അല്ലെ. ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, പിന്നെ മധ്യപ്രദേശ് ഉണ്ട് അല്ലെ. മധ്യപ്രദേശ്, പിന്നെ ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉണ്ട്, പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, പിന്നെ ഏതാണ്? ജാർഖണ്ഡ് ഉണ്ട് അല്ലെ, പിന്നെ ഏതാണ്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്, പിന്നെ മിസോറാം ഉണ്ട്, ത്രിപുരയുണ്ട്. അപ്പൊ ഒറീസയിൽ കൂടി എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്നില്ല. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഒറീസയാണ്. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, ത്രിപുര. ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടി എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഇതിൽ ഏതാണ്? ഒറീസയിൽ കൂടി എന്താണ്? നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ആ ജോഗ്രഫി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഭാഗമൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കറിയാം നമുക്ക് ICDS എക്സാമിന് വേണ്ടി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ.
അപ്പം ഈ ദിവസങ്ങൾ മാക്സിമം ഉപയോഗിച്ചാൽ, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ICDS എക്സാമിന് വേണ്ടിയിട്ട് 50 days ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ട്സും ഉണ്ടാവും. പിന്നെ നമുക്ക് എക്സാമ്പിൾ ഉണ്ടാവും അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നോക്കണം, എന്നാലേ നമുക്ക് അതൊരു ഏരിയ ആ സെയിം ക്വസ്റ്റ്യൻ വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു ഏരിയയിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തിനാണ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബേസിൽ നമ്മളിവിടെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠനം സ്മൂത്ത് ആയിട്ട് പോകും അല്ലേ. നമ്മൾ ഇടയ്ക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ആ ഒരു പഠനം പോകാൻ വേണ്ടി എപ്പോഴും നമുക്കൊരു മെൻറ്റർ വേണം. മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ. പിന്നെ നമുക്ക് എക്സാം എഴുതി നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകൾ അഥവാ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരുപാട് ബെനിഫിറ്റുള്ള കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 50 days ക്രാഷ് ബാച്ച് ആണ്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഏത് ശിലയാണ് രൂപപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏത് ശിലയാണ്? ആഗ്നേയശിലയാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലാവ തണുത്തുറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൂടെ രൂപപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശിലയാണ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയ പർവ്വതം ഏത് ശിലയാണ്? സെഡിമെന്ററി റോക്സ് ആണ്. നമ്മുടെ അവസാദ ശിലയ്ക്ക് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിരിക്കുന്നത് ഏത് ശിലയാണെന്ന് ചോദിച്ചാൽ ഏത് ശിലയാണ്? അവസാദ ശിലയാണ് അല്ലേ. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏത് ശിലയാണ്? ആഗ്നേയ ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചാൽ ഏത് ശിലയാണ്? നമ്മുടെ കായാന്തരിത ശിലയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം മണ്ണുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ് അല്ലേ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കറുത്ത മണ്ണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഡെക്കാൻ ട്രാപ്പ് റീജിയൻ അല്ലെ. ഡെക്കാൻ പീഠഭൂമിയുടെ പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ് അല്ലെ. കറുത്ത മണ്ണ്. അപ്പോൾ കറുത്ത മണ്ണ് അറിയപ്പെടുന്ന അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ എങ്ങനെയാണ്? ബസാൾട്ട് ശിലകൾക്ക് ഏത് ശിലയാണ്? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത്? കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ബസാൾട്ട് ശിലകൾ. ഓക്കെ, അപ്പോൾ കറുത്ത മണ്ണ് അറിയപ്പെടുന്ന വേറെ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളിലാണ്? പരുത്തി മണ്ണ് അറിയപ്പെടുന്നത് അല്ലേ. കറുത്ത മണ്ണ് പരുത്തി മണ്ണെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പരുത്തി കൃഷി ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുകൊണ്ടാണ് കറുത്ത മണ്ണ് പരുത്തി മണ്ണെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ചെർണോസം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെർണോസം എന്നറിയപ്പെടുന്നതും ഈ കറുത്ത മണ്ണാണ്. അതുപോലെ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, അപ്പം ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചത് ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? ചെർണോസം എന്നറിയപ്പെടുന്നു. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? ഈ കറുത്ത മണ്ണാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാടാണ് അല്ലെ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത്? അപ്പോൾ നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നീതി ആയോഗ് ഏത് വർഷമാണ് രൂപീകൃതമായത്? 2015 അല്ലെ. 2015 നീതി ആയോഗ് രൂപീകൃതമായത്. അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ 2014 നരേന്ദ്രമോദി നിർത്തലാക്കിയതിന് ശേഷം 2015 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ. അപ്പോൾ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, അതുപോലെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? നമ്മുടെ ജോസഫ് സ്റ്റാലിൻ ആണ്.
പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ചോദിച്ചാൽ ഏത് രാജ്യമാണ്? USSR ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KN രാജ് ആണ് അല്ലെ. KN രാജ് ആരാണ്? മലയാളിയാണ് KN രാജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? 1991 ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടന്നത്. അപ്പോൾ LPG എന്ന് പറയും അല്ലെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. ശരിക്കും ആ ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായത്. അത്രയും നാള് ഇന്ത്യ എന്താണ് ഭയങ്കര കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതെല്ലാം മാറ്റി ഭയങ്കര ഒരു ലിബറൽ ആയത് ഏത് സമയത്താണ്? ഈ 1991 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ആ ഒരു സമയത്തോടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? ഏത് ഗവൺമെന്റ് ആയിരുന്നു? ആ സമയത്ത് ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു അല്ലെ. നമ്മുടെ പ്രധാനമന്ത്രി ആ സമയത്ത് നരസിംഹറാവു ആയിരുന്നു. അതുപോലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? പ്ലാൻ ഹോളിഡേ ഏത് വർഷമാണ് പ്ലാൻ ഹോളിഡേ നടക്കുന്നത്? ഏത് വർഷമാണ്? 1966-69 ആ ഒരു ടൈം പീരീഡ് ആണ് അല്ലെ. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ 66-69 സമയത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ 5 ഇയർ പ്ലാൻ, ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഇന്ത്യ മിക്സ്ഡ് ഇക്കോണമി ആകാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടാം 5 ഇയർ പ്ലാന്റെ സമയത്താണ് അല്ലെ. അപ്പോൾ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും നല്ല വശങ്ങളെല്ലാം കൂടെ എടുത്താണ് ഇന്ത്യ എന്ത് തീരുമാനിച്ചത്? മിക്സ്ഡ് ഇക്കോണമി ആകാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അല്ലെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഹരിത വിപ്ലവം. തേർഡ് 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഹരിത വിപ്ലവം. ഓക്കെ, അപ്പോൾ ആ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം പഠിക്കണം. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത 5 ഇയർ പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ 5 ആണ് അല്ലെ. 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ നമുക്ക് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ്? 4 4ാം 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നടക്കുക. അതുപോലെ ഇന്ദിരാഗാന്ധി ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്തത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ദിരാഗാന്ധി 20 പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത് ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ്? അതും 5ന്റെ സമയത്താട്ടോ. ഓക്കെ, അപ്പോൾ 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പോർഷൻ പഠിക്കണം. 1ഉം 2ഉം ലിസ്റ്റിലെ വർഷവും സംഭവങ്ങളും ചേരുമ്പടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഇത് നോക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെന്താണ്? ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് 1ലെ കുറേ സംഭവങ്ങളുണ്ട്, ലിസ്റ്റ് 2ൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളാണുള്ളത്. അത് ചേരുമ്പടി ചേർക്കാനെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് 1ൽ എന്താണ്? ലിസ്റ്റ് 1ൽ എന്താണ്? നിസ്സഹരണ പ്രസ്ഥാനം അല്ലെ. 2 ഉപ്പ് സത്യാഗ്രഹം, 3 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, അടുത്തത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ നിസ്സഹരണ സമരം ഏത് വർഷമാണ്? നിസ്സഹരണ സമരം വരുന്നത് 1920 അല്ലെ. നിസ്സഹരണ സമരം 1920. പിന്നെ ഉപ്പ് സത്യാഗ്രഹം നമുക്കറിയാം എന്നാണ് 1930 ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം, ഇത് ചിലപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും അല്ലെ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. അങ്ങനെ നോക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും നമുക്ക് ഫേമസ് ആണ്. 1942 1942 ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം എന്നാണ്? 1934. അപ്പോൾ എത്രയാണ്? 4 അല്ലെ. A4. അപ്പോൾ A4 വരുന്നത് ഏതാണ്? 2 ഓപ്ഷൻ ഉണ്ട്. A4 വരുന്നത് ഇത് നോക്ക്. അപ്പോൾ A4. അപ്പോൾ ബി ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം 3. അപ്പോൾ 4, 3. പിന്നെ സി ഏതാണ്? C1. പിന്നെ ഡി ക്വിറ്റ് ഇന്ത്യ സമരം ഏതാണ്? 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ഹിസ്റ്ററി നമുക്ക് കുറേ റെവല്യൂഷൻസ് പഠിക്കാനുണ്ട്. അതുമായിട്ട് നമുക്ക് അമേരിക്കൻ, ഫ്രഞ്ച്, ചൈനീസ് അങ്ങനെയുള്ള റെവല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെപ്പോളിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സാമ്പത്തിക തലത്തിൽ ബ്രിട്ടനെതിരായ യൂറോപ്പിനെ അണിനിരത്തുക എന്ന പരിപാടിയായ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കി. ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനം നടത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ നെപ്പോളിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം നെപ്പോളിയൻ എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നെപ്പോളിയനെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരത്തിൽ വരുന്നതൊക്കെ നെപ്പോളിയനാണ്. ഓക്കെ, അപ്പോൾ നെപ്പോളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് നെപ്പോളിയൻ ആണ്. അതുപോലെ തന്നെ ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കിയത് നെപ്പോളിയൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഈ മൂന്നാമത്തത്, ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ?
അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആ റെവല്യൂഷൻസ് ഭാഗം ഒന്ന് വായിച്ച് നോക്കിയിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ICDSന്റെ ഒരു PYQ സെഷനാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്